നമസ്കാരം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാപ്രവർത്തകരുടെ സമരം നടക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവർ അവിടെ രാപ്പകൽ സമരമിരിക്കുകയാണ്. രാവെന്നോ പകലെന്നോ ഭേദമില്ലാതെ, വെയിലെന്നോ മഴയെന്നോ ഭേദമില്ലാതെ അവർ അവിടെ സമരമിരിക്കുന്നുണ്ട്. അവരുടെ ഓണറേറിയത്തിൽ വലിയ കുടിശ്ശിക വന്നതോടുകൂടിയാണ് അവർ പ്രകോപിതരായി സമരരംഗത്തേക്ക് വരാൻ നിർബന്ധിതരായത്. അതോടൊപ്പം തന്നെ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓണറേറിയം പ്രതിമാസം 7,000 രൂപ എന്നുള്ളത് അത് അവരുടെ ജീവനോപാധി എന്ന നിലയിൽ അത് അപര്യാപ്തമാണ്. അത് വർദ്ധിപ്പിക്കണം എന്നൊരാവശ്യമാണ് ആശാ വർക്കേഴ്സ് ഈ ഭരണകൂടത്തിന് മുന്നിൽ വെക്കുന്നത്. ഈ രണ്ട് ആവശ്യങ്ങൾ, അതോടൊപ്പം തന്നെ വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക ഓരോരുത്തർക്കും, ഇങ്ങനെയാണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ആശാ വർക്കർമാരുടെ സമരത്തിൽ നടക്കുന്നത്. ഈ സമരത്തിൻ്റെ ആദ്യഘട്ട പ്രതികരണം എന്ന നിലയിൽ സർക്കാരും ആരോഗ്യമന്ത്രിയും എല്ലാം പറഞ്ഞത്, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം അത് കേരളമാണ്. അതുകൊണ്ട് തന്നെ ഇനിയും നമ്മുടെ ഖജനാവിൻ്റെ സ്ഥിതി അനുവദിക്കുകയാണെങ്കിൽ കൂട്ടി തരുന്നതിൽ എതിർപ്പൊന്നുമില്ല. പക്ഷേ തൽക്കാലം നിവർത്തിയില്ല. ഇനി നിങ്ങൾ കേന്ദ്രത്തിൻ്റെ സ്കീമാണ് ഈ ആശാ വർക്കേഴ്സ് സ്കീം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള വർധനവ് വരുത്തണമെങ്കിൽ നിങ്ങൾ സമരമിരിക്കേണ്ടത് ദില്ലിയിൽ പോയി കേന്ദ്ര സർക്കാരിനെതിരെ സമരമിരിക്കണം. കാരണം കോടികളുടെ കുടിശ്ശികയാണ് ഈ ഒരു വിഷയത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ കേന്ദ്ര സർക്കാർ വരുത്തിയിരിക്കുന്നത് എന്നുമായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ സ്റ്റാൻഡ്. പക്ഷേ കഴിഞ്ഞ ദിവസം ആ സംസ്ഥാന സർക്കാരിൻ്റെ അവകാശവാദമൊക്കെ പൊളിയുന്നത് നമ്മൾ കണ്ടു. കേന്ദ്ര ആരോഗ്യമന്ത്രി രാജ്യസഭയിൽ കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറഞ്ഞു. അതായത് ഈ വർഷം സംസ്ഥാനങ്ങൾക്ക് ഈ പറയുന്ന ആശാ വർക്കർമാരുടെ ഓണറേറിയവും മറ്റും അനുവദിക്കുന്നതിനായി നൽകേണ്ടിയിരുന്ന കേന്ദ്ര വിഹിതം അത് മുഴുവനും നൽകിക്കഴിഞ്ഞു. യാതൊരുവിധ കുടിശ്ശികയുമില്ല. മാത്രമല്ല, ഇൻസെൻറ്റീവ് ഏതെങ്കിലും തരത്തിൽ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും. ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാൻ എന്ന ഉറപ്പ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. ഓണറേറിയത്തിലുള്ള വർധനവ് അത് തീരുമാനിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്രം അതിൽ പറഞ്ഞില്ല. കേന്ദ്രത്തിന് ചെയ്യാൻ സാധിക്കുന്നത് ഇൻസെൻറ്റീവിലുള്ള വർധനയാണ്. പക്ഷേ അതോടുകൂടി സംസ്ഥാന സർക്കാർ ഈ കേന്ദ്ര കുടിശ്ശിക എന്ന ഒരു വാദം പൊളിയുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആശാ വർക്കർമാർ സമരം തുടരുകയാണ്. സംസ്ഥാന സർക്കാർ ഇതുവരെയും ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറയുന്നില്ല എന്ന് മാത്രമല്ല, ആശാ വർക്കർമാരുടെ ഈ സമരത്തെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അവരുടെ സ്ത്രീത്വത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ടുള്ള ചില പ്രസ്താവനകൾ ചില ജനപ്രതിനിധികളിൽ നിന്നുണ്ടായി. അത്തരം ആൾക്കാർക്കെതിരെ നിയമ നടപടിയും ഒക്കെ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ ആശാ വർക്കർമാരുടെ സമരം അത് വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം സമൂഹത്തിൽ പ്രതിഫലിപ്പിക്കുന്ന ഒന്നായിരുന്നു. എന്നിട്ട് പോലും കേരളത്തിലെ ഔദ്യോഗികമായ പ്രതിപക്ഷമായ UDF നേതാക്കൾ ഈ സമരത്തെ വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ വേണ്ട വിധം ഈ സമരത്തെ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് സംശയമാണ്. അവിടെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഒരു പങ്ക് നമ്മൾ കാണുന്നത്. ഇതിനോടകം തന്നെ നിരവധി തവണ ആശാ വർക്കർമാരുടെ സമരപ്പന്തലിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയിരുന്നു. സംസ്ഥാന സർക്കാർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുന്ന ആശാ വർക്കർമാർ കെട്ടിയ സമരപ്പന്തൽ പൊളിച്ചു നീക്കുകയും അതോടൊപ്പം തന്നെ അവർ ഒരു താൽക്കാലികമായി മഴ നനയാതിരിക്കാനായി ഉള്ളിൽ അഭയം തേടിയപ്പോൾ ആ ടാർപോളിൻ സഹിതം എടുത്തുമാറ്റാൻ സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടിരുന്നു. അതിൻ്റെ ഭാഗമായി പോലീസ് എത്തി ഇതൊക്കെ എടുത്തുമാറ്റുന്നതും സമരപ്പന്തൽ പൊളിച്ചു കളയുന്നതുമെല്ലാം കേരളം കണ്ടു. ആ ദിവസം തന്നെ കോരി ചൊരിയുന്ന മഴയത്ത് സുരേഷ് ഗോപി എത്തുകയും ഈ ആശാ വർക്കർമാർക്ക് ആവശ്യമായ റെയിൻകോട്ടും കുടകളും ഒക്കെ നൽകിയത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ പലതവണ സുരേഷ് ഗോപി ആശാ വർക്കർമാരുടെ സമരത്തിനെത്തുന്നു, അവരുടെ ആവശ്യങ്ങൾ കേൾക്കുന്നു. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ഇതിനായിട്ട് മാത്രം, ഈ വിഷയം സംസാരിക്കാനായി മാത്രം കൂടിക്കാഴ്ച നടത്തും എന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് ഉറപ്പു നൽകുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത്തരത്തിലൊരു കൂടിക്കാഴ്ച ദില്ലിയിൽ നടക്കുന്നു. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ആവശ്യങ്ങൾ ഏതാണ്ട് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ വളരെ കൃത്യമായ ഇടപെടൽ സുരേഷ് ഗോപി നടത്തുന്നുണ്ട്. അതിനുശേഷം ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കും എന്നൊരു തീരുമാനം വരുന്നു. ഇന്ന് രാവിലെ ആറ്റുകാൽ പൊങ്കാല ആണ് നാളെ. ആറ്റുകാലിലേക്ക് അദ്ദേഹം പോകുന്ന വഴി, അതായത് സുരേഷ് ഗോപിയുടെ പേരിൽ, അതായത് സുരേഷ് ഗോപിയുടെ കണക്കായി അന്നദാനം എല്ലാ വർഷവും ഉണ്ട്. ആ അന്നദാനത്തിൽ പങ്കെടുത്ത് ഭക്ഷണം വിളമ്പി അന്നദാനം ഉദ്ഘാടനം ചെയ്യാനാണ് അദ്ദേഹം കുടുംബസമേതം അങ്ങോട്ടേക്ക് പോയത്. ആ സമയത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ അല്പസമയം വാഹനം നിർത്തി വീണ്ടും ഇവരെ അഭിസംബോധന ചെയ്യുന്നു. വലിയ സന്തോഷമാണ് സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർ
സുരേഷ് ഗോപിയുടെ സന്ദർശനത്തെ കാണുന്നത്. അവർ കേന്ദ്ര സഹായം ഉറപ്പുവരുത്തുന്നതിൽ സുരേഷ് ഗോപി കൃത്യമായ ഇടപെടലുകൾ നടത്തിയെന്ന് രാഷ്ട്രീയത്തിന് അതീതമായ അഭിപ്രായം അവരിൽ ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൃശ്ശൂരിൽ മാത്രമല്ല, അദ്ദേഹം ഇന്ന് ഇവിടെ ആറ്റുകാലിൽ പോകുന്ന വഴിക്ക് സമരപ്പന്തലിൽ ഇറങ്ങി അദ്ദേഹം വാഗ്ദാനം ചെയ്തത് പൊങ്കാല കിറ്റ് അടക്കം എല്ലാവർക്കും നൽകുമെന്നാണ്. ആ തരത്തിലുള്ള കൃത്യമായ ഇടപെടലുകൾ സുരേഷ് ഗോപി നടത്തുന്നു. സുരേഷ് ഗോപി തൃശ്ശൂരിൽ മാത്രമല്ല തിരുവനന്തപുരത്തും തിളങ്ങുകയാണ് എന്ന ഒരു പ്രതീതി ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. അതായത് ഏറ്റവും അടിസ്ഥാന വർഗമായ ആശാപ്രവർത്തകരുടെ സമരത്തിൽ അദ്ദേഹം കാര്യക്ഷമമായ ഇടപെടൽ നടത്തിയിരിക്കുന്നു. അവർക്ക് ആശ്വാസമേകുന്ന തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങൾ അത് കേന്ദ്ര സർക്കാരിൽ നിന്നും അദ്ദേഹം നേടിക്കൊടുത്തിരിക്കുന്നു. മാത്രമല്ല അവരെ ചേർത്ത് പിടിച്ച് അവരുടെ സഹന സമരത്തിന് ഒപ്പം നിൽക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപിക്ക് വലിയൊരു ബഹുജന അടിത്തറ, ബഹുജന പിന്തുണ തിരുവനന്തപുരത്തും ലഭിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ഇത് UDFന് നഷ്ടമായ ഒരു അവസരമായിരുന്നു. UDF നേതാക്കൾക്ക് നഷ്ടമായ ഒരു അവസരമായിരുന്നു. BJP ഇവിടെ ഔദ്യോഗിക പ്രതിപക്ഷത്തിനും അപ്പുറത്തേക്ക് സർക്കാരിൻ്റെ അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ നയത്തെ, ജനവിരുദ്ധമായ നയങ്ങളെയൊക്കെ മുന്നിൽ നിന്ന് എതിർക്കുന്നതിൽ ഒരു പടി മുന്നിലാണ് UDFനേക്കാൾ എന്ന് തെളിയിക്കുന്നതാണ് സുരേഷ് ഗോപിയുടെ ഈ വിഷയത്തിലുള്ള ഇടപെടൽ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.